സാംസ്കാരിക ഭൂപടത്തിൽ ക്ഷേത്രങ്ങൾക്കുള്ള സ്ഥാനം ആരാധനാലയങ്ങൾ എന്നതിലുപരി ചരിത്രത്തിന്റെയും കലയുടെയും സാമൂഹിക ഒത്തുചേരലുകളുടെയും കേന്ദ്രങ്ങളെന്ന നിലയിലാണ്. കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ടയുടെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മുതുപ്പിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം ഇത്തരത്തിൽ സവിശേഷമായൊരു സ്ഥാനം അലങ്കരിക്കുന്നു. ആയിരക്കണക്കിന് വർഷത്തെ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം മഹാഭാരത യുദ്ധത്തിന്റെ സ്മരണകളും ചേരരാജവംശത്തിന്റെ പ്രതാപവും പേർന്ന ഒന്നാണ്. മുതുപ്പിലാക്കാട് ക്ഷേത്രത്തിന്റെ ഉത്ഭവം അന്വേഷിച്ചു പോകുമ്പോൾ നാം എത്തി നിൽക്കുന്നത് ഭാരതീയ ഇതിഹാസമായ മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലാണ്. പുരാതനമായ കാലപ്പഴക്കമുള്ള നമ്മുടെ ഈ പാർത്ഥസാരഥി ക്ഷേത്രത്തിനെ പറ്റി നാട്ടിലൊരു ഐതിഹ്യം പ്രചരിക്കുന്നുണ്ട്. മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ്റെ അല്ലെങ്കിൽ പാണ്ഡവപക്ഷ സഹായിയായി ചേരവംശ രാജാക്കന്മാർ എത്തുകയും അതിൻ്റെ പ്രത്യോപകാരമായി പാണ്ഡവർ ചേരദേശം സന്ദർശിച്ചപ്പോൾ ചേരവംശ രാജാക്കന്മാർക്ക് 5 ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ സമ്മാനിക്കുകയുണ്ടായി. അത് രാജാവ് ഉചിതമായ സ്ഥലത്ത് പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി ഓരോ കുടുംബത്തെ ഏൽപ്പിച്ചു. അങ്ങനെ തെക്കേ മലബാറിലെ പ്രശസ്ത മനയായ ഓമ്പള്ളി മനക്കിലാണ് ഒരു വിഗ്രഹം എത്തിച്ചേർന്നത്. ദക്ഷിണ ഭാരതത്തിലെ പ്രമുഖ രാജവംശമായിരുന്ന ചേര സാമ്രാജ്യത്തിലെ ഉദയൻ ചേരൻ ആദൻ എന്ന രാജാവ് പാണ്ഡവരുടെ ഉറ്റ സുഹൃത്തായിരുന്നു. യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ പാണ്ഡവർ സഹായം അഭ്യർത്ഥിച്ച് ഈ രാജാവിനെ സമീപിച്ചു. തന്റെ സൈന്യത്തെയും സമ്പത്തിനെയും പാണ്ഡവർക്കായി സമർപ്പിക്കാൻ അദ്ദേഹം തയ്യാറായി. കേവലം യുദ്ധം ചെയ്യുക മാത്രമല്ല, 18 ദിവസം നീണ്ടുനിന്ന ആ മഹാസമരത്തിൽ പാണ്ഡവ സൈന്യത്തിന് ഭക്ഷണം നൽകുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വവും ഉദയൻ ചേരൻ ഭംഗിയായി നിർവഹിച്ചു. യുദ്ധാനന്തരം കൃതജ്ഞതാസൂചകമായി പാണ്ഡവർ കേരളം സന്ദർശിച്ചുവെന്നും മടക്കയാത്രയിൽ മധ്യമ പാണ്ഡവനായ അർജുനൻ 4 വിഷ്ണു വിഗ്രഹങ്ങൾ രാജാവിന് സമ്മാനിച്ചുവെന്നുമാണ് ചരിത്രം. ഈ 4 വിഗ്രഹങ്ങളിൽ ഒന്നാണ് മുതുപ്പിലാക്കാട് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ഭാരതത്തിന്റെ വടക്കേയറ്റത്തെ യുദ്ധവും തെക്കേയറ്റത്തെ ഈ ഗ്രാമവും തമ്മിലുള്ള ബന്ധം ആശ്ചര്യജനകമാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പാർത്ഥസാരഥിയാണ്. ഇതിന് പിന്നിലുമുണ്ട് മനോഹരമായൊരു സങ്കല്പം. കുരുക്ഷേത്ര യുദ്ധത്തിൽ ആത്മബന്ധുക്കൾക്കെതിരെ ആയുധമെടുക്കാൻ മടിച്ചു തളർന്നിരുന്ന അർജുനന് ഗീതോപദേശം നൽകി കർമ്മോന്മുഖനാക്കിയത് കൃഷ്ണനായിരുന്നു. അർജുനന്റെ അഭ്യർത്ഥന പ്രകാരം ഭഗവാൻ തന്റെ വിശ്വരൂപം ദർശിപ്പിച്ചു. എന്നാൽ പ്രപഞ്ചം മുഴുവൻ ഉൾക്കൊള്ളുന്ന ഈ രൗദ്രവും തേജസുറ്റതുമായ രൂപം കണ്ട് അർജുനൻ ഭയചകിതനായി. ഭയന്നു വിറയ്ക്കുന്ന തന്റെ പ്രിയ സുഹൃത്തിനെ ആശ്വസിപ്പിക്കാൻ ഭഗവാൻ ഉടൻ തന്നെ ശാന്തവും സൗമ്യവുമായ ചതുർബാഹുരൂപം സ്വീകരിച്ചു. സ്നേഹവും കരുണയും തുളുമ്പുന്ന ആ പാർത്ഥസാരഥി രൂപമാണ് ഇവിടെ ഭക്തർ വണങ്ങുന്നത്. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ പകച്ചു നിൽക്കുന്നവർക്ക് വഴികാട്ടിയായും ആശ്വാസമായും ഈ സങ്കല്പം ഇന്നും നിലനിൽക്കുന്നു. ചരിത്രത്തിന്റെ കുത്തൊഴുക്കിൽ ക്ഷേത്രത്തിന് വലിയ തകർച്ചകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചേരരാജാവിന്റെ കാലശേഷം കാലക്രമത്തിൽ ക്ഷേത്രം ജീർണിക്കുകയും പരിസരം ഘോരമായ കാടായി മാറുകയും ചെയ്തു. എന്നാൽ ഈ പുണ്യസ്ഥാനത്തിന്റെ പ്രഭാവം വീണ്ടും തെളിയിക്കാൻ മറ്റൊരു നിമിത്തം കൂടി ഐതിഹ്യം കാത്തുവച്ചിരുന്നു. കാട് പിടിച്ചു കിടന്ന ആ പ്രദേശത്ത് പുല്ലറുക്കാനായി എത്തിയ പള്ളത്തുശ്ശേരിയിൽ കുടുംബത്തിലെ ഒരു സ്ത്രീ കല്ലെന്ന് കരുതി തന്റെ അരിവാൾ മിനുക്കാനായി ഒരു ശിലയിൽ തേച്ചു. ആ ശിലയിൽ നിന്നും രക്തം വാർന്നൊഴുകിയത് കണ്ട് ഭയചകിതിയായ ആ സ്ത്രീ ബോധരഹിതയായി. ബോധം തെളിഞ്ഞപ്പോൾ അവർ നാട്ടുകാരെ വിവരമറിയിക്കുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ അത് സാക്ഷാൽ പാർത്ഥസാരഥിയുടെ വിഗ്രഹമാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. അരിവാൾ ഉരസിയത് വിഗ്രഹത്തിന്റെ മുതുകിലായതിനാലും അവിടെ പാടുകൾ വീണതിനാലും മുതുകിലാപ്പാടെന്ന് അവർ ഭീതിയോടെ വിളിച്ചു. പിൽക്കാലത്ത് ഈ പ്രയോഗം ലോപിച്ച് മുതുപ്പിലാക്കാടെന്ന സ്ഥലനാമമായി മാറിയെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അന്ന് ആ പ്രദേശത്തെ പ്രബല കുടുംബമായിരുന്ന വാര്യവീട്ടിലെ കാരണവർ നാട്ടുകാരുടെ സഹായത്തോടെ ക്ഷേത്രം പുനരുദ്ധരിക്കുകയും വിഗ്രഹം പവിത്രമായി സൂക്ഷിക്കുകയും ചെയ്തു. തുടർന്ന് ഉത്തരായന കാലത്തെ ധന്യമായൊരു മുഹൂർത്തത്തിൽ വിഗ്രഹം യഥാവിധി പ്രതിഷ്ഠിക്കുകയും ക്ഷേത്രം ഭക്തർക്കായി തുറന്നുകൊടുക്കുകയും ചെയ്തു. തെക്കേ മലബാറിലെ പ്രശസ്തമായ ഊമൻപിള്ളി മനക്കിലെ തന്ത്രിമാരാണ് ഇവിടുത്തെ പൂജാകർമ്മങ്ങൾ ചിട്ടപ്പെടുത്തിയത്. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും വാതിൽ തുറന്നിട്ടിരിക്കുന്ന ഈ പുണ്യസങ്കേതം ആപദ്ബാന്ധവനായ ഭഗവാന്റെ ഇരിപ്പിടമാണ്. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തർ ഇവിടെ മനഃശാന്തി തേടിയെത്തുന്നു. ഭഗവാന്റെ രൂപം ചന്ദനം ചാർത്തി ഓടക്കുഴലേന്തി നിൽക്കുന്ന കാഴ്ച ഏതൊരു ഭക്തന്റെയും ദുഃഖഭാരങ്ങൾ ലഘൂകരിക്കാൻ പോന്നതാണ്. പണ്ട് രാജാവിന്റെ നിർദ്ദേശപ്രകാരം മലബാറിലെ പ്രശസ്തമായ ഊമൻപിള്ളി മനക്കിലെ തിരുമേനിമാരെയാണ് ക്ഷേത്രഭരണവും പൂജകളും ഏൽപ്പിച്ചിരുന്നത്. വേദജ്ഞരും തന്ത്രവിദ്യാ വിദഗ്ധരുമായ അവർ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ചിട്ടപ്പെടുത്തി. പിന്നീട് കാടുപിടിച്ചു കിടന്ന ക്ഷേത്രം കണ്ടെത്തിയ ശേഷം പ്രശസ്തമായ വാര്യവീട് തറവാട്ടിലെ കാരണവന്മാരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ഒത്തുചേർന്നാണ് ഇന്നത്തെ രീതിയിൽ ക്ഷേത്രം പുനരുദ്ധരിച്ചത്. ഉത്തരായന കാലത്തെ ശുഭമുഹൂർത്തത്തിൽ വിഗ്രഹം പുനഃപ്രതിഷ്ഠിച്ചുവെന്നാണ് വിശ്വാസം.
കേരളത്തിലെ ക്ഷേത്രങ്ങൾ കലയുടെയും സംഗീതത്തിന്റെയും ചരിത്രത്തിന്റെയും സംഗമവേദികൾ കൂടിയാണ്. ഈയൊരു സവിശേഷത അതിന്റെ പൂർണ്ണതയിൽ ദർശിക്കാൻ കഴിയുന്ന അപൂർവം പുണ്യസങ്കേതങ്ങളിലൊന്നാണ് മുതുപ്പിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. ആഗ്രഹപൂർത്തീകരണത്തിനായി ഭക്തർ സമർപ്പിക്കുന്ന കഥകളി നേർച്ചകളും രാപ്പകലില്ലാതെ ഒഴുകുന്ന സംഗീതധാരയും ഈ ക്ഷേത്രത്തെ സമാനതകളില്ലാത്തൊരു ഭക്തി കേന്ദ്രമാക്കി മാറ്റുന്നു. മുതുപ്പിലാക്കാട് ക്ഷേത്രത്തെ ഇതര ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും അവിടുത്തെ കലാപരമായ ഈ ആഭിമുഖ്യമാണ്. ഭഗവാൻ പാർത്ഥസാരഥിക്ക് കഥകളിയും സംഗീതവും ഏറെ പ്രിയപ്പെട്ട വഴിപാടുകളാണെന്നാണ് വിശ്വാസം. ഭക്തരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നതിനായി നടത്തുന്ന ഈ വഴിപാടിന് പിന്നിൽ ഗാഢമായ വിശ്വാസത്തിന്റെ കഥകളുണ്ട്. പ്രത്യേകിച്ച് സന്താനലബ്ധിക്കായി ഭക്തർ നേരുന്ന സന്താന ഗോപാലം കഥകളി ഇവിടെ വളരെ പ്രസിദ്ധമാണ്. ഇതിന്റെ തുടക്കത്തെക്കുറിച്ച് നാട്ടുകാർക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു ഹൃദ്യമായ ഐതിഹ്യമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് വിവാഹം കഴിഞ്ഞ് 12 സംവത്സരങ്ങൾ പിന്നിട്ടിട്ടും മക്കളില്ലാത്ത വിഷമത്തിൽ കഴിഞ്ഞിരുന്ന ഒരന്യനാട്ടുകാരായ ദമ്പതിമാർ ഇവിടെ ദർശനത്തിനെത്തി. മനം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ച അവർക്ക് ഒരശരീരി എന്നോണം ഒരു ഉൾവിളി ലഭിച്ചു. 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് പുത്രലാഭമുണ്ടാകും. ഭഗവാന് സന്താനഗോപാലം കഥകളി വഴിപാടായി നൽകുക. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും 1 വർഷത്തിനുള്ളിൽ അവർക്കൊരാൺകുഞ്ഞ് ജനിച്ചു. ഈ കുഞ്ഞിന്റെ ചോറൂണ് ഭഗവാന്റെ സന്നിധിയിൽ വെച്ച് നടത്തുകയും ആദ്യമായി അവിടെ സന്താനഗോപാലം കഥകളി ആടുകയും ചെയ്തു. ഇന്നും ആ വിശ്വാസത്തിന്റെ കരുത്തിൽ നിരവധി ദമ്പതിമാർ ഇവിടെ എത്താറുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ഇതൊരനുഭവ സാക്ഷ്യമാണ്. ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികൾക്കും പരിഹാരമെന്നോണം പ്രത്യേക കഥകളാണ് മുതുപ്പിലാക്കാട് ക്ഷേത്രത്തിൽ കഥകളി വഴിപാടായി സമർപ്പിക്കപ്പെടുന്നത്. മംഗല്യഭാഗ്യം തടസ്സമില്ലാതെ നടക്കാനും അനുയോജ്യമായ ജീവിത പങ്കാളിയെ ലഭിക്കാനും യുവതീ യുവാക്കൾ രുക്മിണി സ്വയംവരം കഥകളി നേർച്ചയാക്കുന്നു. സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടുന്നവർക്കും ദാരിദ്ര്യശമനം ആഗ്രഹിക്കുന്നവർക്കും സമൃദ്ധിക്കായി കുചേലവൃത്തം കഥയാണ് ഭഗവാന് സമർപ്പിക്കാനുള്ളത്. കൂടാതെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിജയം വരിക്കാനും വിദ്യാലബ്ധിക്കുമായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ചേർന്ന് ഗുരുദക്ഷിണ എന്ന കഥകളിയും വഴിപാടായി നടത്തുന്നു. ഇത്തരത്തിൽ ഭക്തരുടെ ഓരോ ലൗകികവും ആത്മീയവുമായ ആവശ്യങ്ങളെ മുൻനിർത്തിയാണ് ക്ഷേത്രസന്നിധിയിൽ കഥകളി ആട്ടവിളക്കുകൾ തെളിയുന്നത്. ഈ ആട്ടവിളക്കിന്റെ പ്രഭയിൽ നിരവധി പ്രഗത്ഭരായ കഥകളി കലാകാരന്മാർ ഇവിടെ വിദ്യ അഭ്യസിച്ചിട്ടുണ്ട്. കുറ്റിയിൽ പുത്തൻവീട്ടിൽ ആർ നാരായണൻ നായർ, ശ്രീഭവനിൽ എൻ ബാലകൃഷ്ണപിള്ള തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന കളരികൾ ഈ നാടിനെ ഒരു കലാകേന്ദ്രം കൂടിയാക്കി മാറ്റി. ഇന്നും കലാസാരഥി പോലുള്ള സ്ഥാപനങ്ങൾ ഈ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നു. കർണാടക സംഗീതത്തിലെ പ്രഗത്ഭർ പങ്കെടുത്ത വിദ്വൽ സദസ്സുകൾ ക്ഷേത്രമുറ്റത്തെ സംഗീത സാന്ദ്രമാക്കാറുണ്ട്. ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളിലൊന്ന്. ഭഗവാന്റെ ജന്മദിനത്തിൽ പുലർച്ചെ 5 മണിക്ക് ആരംഭിക്കുന്ന പാൽപായസ പൊങ്കാല ദർശിക്കാൻ 10,000-കണക്കിന് ഭക്തരാണ് എത്തിച്ചേരുന്നത്. ക്ഷേത്രം തന്ത്രി പകർന്നു നൽകുന്ന അഗ്നിയിൽ നിന്നും ഭക്തർ പൊങ്കാലയടുപ്പുകൾ ജ്വലിപ്പിക്കുന്നു. അഷ്ടമിരോഹിണി നാളിലെ പിറന്നാൾ സദ്യയും അർദ്ധരാത്രിയിലെ വിശിഷ്ട പൂജകളും ഭക്തിനിർഭരമായ അനുഭവമാണ്. മീനമാസത്തിലെ രോഹിണി നക്ഷത്രത്തിലാണ് തിരുവാറാട്ട് നടക്കുന്നത്. കൊടിയേറ്റു മുതൽ ആറാട്ട് വരെയുള്ള ദിവസങ്ങളിൽ തന്ത്രിയുടെ നേതൃത്വത്തിൽ അതീവ കൃത്യതയോടെയുള്ള താന്ത്രിക ചടങ്ങുകൾ നടക്കുന്നു. ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഗരുഡ ചൈതന്യം ആവാഹിച്ചു നടത്തുന്ന ധ്വജാരോഹണത്തോടെയാണ് ഉത്സവത്തിന് തുടക്കമിടുന്നത്. ശ്രീഭൂതബലി, ഉത്സവബലി തുടങ്ങിയ ചടങ്ങുകൾ ദൈവചൈതന്യത്തെ നാട് മുഴുവൻ പ്രസരിപ്പിക്കുന്നുവെന്നാണ് വിശ്വാസം. മകരവിളക്ക് ദിനത്തിൽ ഉപദേവനായ ശ്രീ ധർമ്മശാസ്താവിനായി നടത്തുന്ന ആഴിപൂജയും സമൂഹ നീരാജനവും ഭക്തർക്ക് പ്രത്യേകമായ അനുഭൂതി നൽകുന്നു. ആധുനികതയുടെ അതിപ്രസരമില്ലാതെ തനത് കേരളീയ ശൈലിയിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മിതി. 1800 ചതുരശ്ര അടി വിസ്തീർണമുള്ള സേവാപന്തൽ ക്ഷേത്രത്തിന്റെ വലിയൊരാകർഷണമാണ്. സിമന്റിൽ തീർത്ത ദശാവതാര രൂപങ്ങൾ ഈ പന്തലിന്റെ വശങ്ങളിൽ അതിമനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. 40 അടി ഉയരമുള്ള ഈ പന്തൽ ശില്പി നൂറനാട് സുരേഷിന്റെ കരവിരുതിൽ വിരിഞ്ഞതാണ്. ക്ഷേത്രത്തിന്റെ അലങ്കാര ഗോപുരം മറ്റൊരു വാസ്തുവിദ്യാ വിസ്മയമാണ്. കോൺക്രീറ്റിന് പകരം കണ്ണൂർ ചെങ്കൽ ഉപയോഗിച്ചാണ് 36 അടി ഉയരമുള്ള ഈ ഗോപുരം പണിതിരിക്കുന്നത്. കേരളീയ ശൈലിയിൽ ഓട് പാകിയ മേൽക്കൂരയും ശിലകൾ പാകിയ പടവുകളും ക്ഷേത്രത്തിനൊരു പുരാതന ഗരിമ നൽകുന്നു. ആനയടി നേച്ചർ ഹോംസിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിസ്ഥിതി സൗഹൃദമായ രീതിയിലാണ് പൂർത്തിയാക്കിയത്. ഭക്തർക്ക് ആത്മീയമായ വിശ്വാസം നൽകുന്ന നിരവധി വഴിപാടുകൾ ഇവിടെ നിലവിലുണ്ട്. അഷ്ടോത്തരാർച്ചന, സഹസ്രനാമാർച്ചന, ഭാഗ്യസൂക്താർച്ചന തുടങ്ങിയവയ്ക്ക് പുറമെ വിദ്യാഭ്യാസ വിജയത്തിനായി വിദ്യാഗോപാലാർച്ചനയും രോഗശാന്തിക്കായി ധന്വന്തരി മന്ത്രാർച്ചനയും ഭക്തർ നടത്താറുണ്ട്. മഞ്ചാടിപ്പറ സമർപ്പിക്കുന്നത് കുട്ടികളുടെ ഐശ്വര്യത്തിനായിട്ടുള്ള സങ്കല്പമാണ്. മുഴുക്കാപ്പ് ചാർത്തിയും പാൽപ്പായസം നിവേദിച്ചും ഭക്തർ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. മുതലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രം ഒരു പ്രൈവറ്റ് ദേവസ്വമാണ്. മുതലാക്കാട് ഇരുകരകളിലുള്ള ഹൈന്ദവർക്കാണ് ഈ ക്ഷേത്രത്തിൻ്റെ പൂർണ്ണമായ ചുമതല. ഇരുകരകളിലുള്ള ഹൈന്ദവർ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിക്ക് 3 വർഷ കാലാവധിയിലാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളെന്ന് പറയുന്നത് മീനമാസത്തിലെ രോഹിണി നാളിൽ നടക്കുന്ന ഉത്സവം,
ആ ഉത്സവത്തിന് മുതലാക്കാട് ഇരുകരകളിൽ നിന്നും വളരെ ഗംഭീരമായ കെട്ടുത്സവങ്ങളാണ് നടക്കുന്നത്. കൊല്ലം ജില്ലയിൽ നിന്ന് ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ള ഉത്സവമാണ് മീനമാസത്തിലെ രോഹിണി നക്ഷത്രം. പിന്നെ ക്ഷേത്രത്തിലെ കേരളത്തിലെ അറിയപ്പെടുന്ന മുഴുവൻ കലാകാരന്മാരും ഗാനഗന്ധർവൻ പത്മശ്രീ ഡോക്ടർ കെ ജെ യേശുദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത സംഗീത കച്ചേരി നടത്തിയിട്ടുള്ള ക്ഷേത്രമാണ്. മുതുപ്പിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം കേവലം ഒരു വിശ്വാസ കേന്ദ്രമല്ല, അത് തലമുറകളായി കൈമാറി വന്ന ഒരു സംസ്കാരത്തിന്റെ സ്പന്ദനമാണ്. കുരുക്ഷേത്രത്തിലെ രണഭൂമിയിൽ നിന്നും തുടങ്ങുന്ന ഇതിഹാസ ബന്ധം മുതൽ ഒരു സാധാരണ സ്ത്രീയുടെ അരിവാൾ തട്ടി രക്തം പൊടിഞ്ഞ ഐതിഹ്യം വരെ നീളുന്ന കഥകൾ ഈ ക്ഷേത്രത്തിന് ഒരു നിഗൂഢ സൗന്ദര്യം നൽകുന്നു. ജാതിമത ഭേദമന്യേ സർവരും ഒത്തുചേരുന്ന പൊങ്കാലയും അന്നദാനവും ഈ ക്ഷേത്രത്തിലെ സാമൂഹിക പ്രതിബദ്ധതയെ വിളിച്ചോതുന്നു. മാറുന്ന കാലഘട്ടത്തിലും ആചാരവിശുദ്ധി കൈവിടാതെ കലയുടെയും ആത്മീയതയുടെയും തണലിൽ മുതുപ്പിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രം ഉയർന്നു നിൽക്കുന്നു. ജീവിതത്തിലെ ആകുലതകളിൽ നട്ടം തിരിയുന്ന ഭക്തന് തന്റെ തേരാളിയായി ഭഗവാൻ കൂടെയുണ്ടെന്ന ബോധ്യം നൽകാൻ ഈ ക്ഷേത്ര ദർശനം സഹായിക്കുന്നു. യുദ്ധഭൂമിയിൽ തേരാളിയായിരുന്ന കൃഷ്ണൻ ജീവിതമാകുന്ന യുദ്ധഭൂമിയിൽ ഉഴലുന്ന ഭക്തർക്ക് ആശ്വാസമേകാൻ ഇവിടെ കുടികൊള്ളുന്നു. തങ്ങളുടെ സങ്കടങ്ങൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ആത്മീയമായ ഉണർവാണ് ഓരോ ഭക്തനെയും ഈ ഗ്രാമത്തിലേക്ക് ആകർഷിക്കുന്നത്. ഓരോ കല്ലിലും ഓരോ ശ്വാസത്തിലും കൃഷ്ണഗാഥകൾ അലിഞ്ഞു ചേർന്ന ഈ മണ്ണ് വരും തലമുറകൾക്കും ആത്മീയതയുടെയും സമാധാനത്തിന്റെയും വെളിച്ചമായി നിലകൊള്ളുമെന്നതിൽ സംശയമില്ല. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയ്ക്കടുത്ത് മുതുപ്പിലാക്കാട് ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശാസ്താംകോട്ട കൊട്ടാരക്കര റോഡിൽ വഞ്ചിമുക്കിൽ നിന്നും കുണ്ടറ ഭരണിക്കാവ് റോഡിൽ പുന്നമൂട്ടിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എളുപ്പത്തിലെത്തിച്ചേരാം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് വിഗ്രഹത്തിൽ നിന്നും രക്തം പൊടിഞ്ഞ ആ ഐതിഹ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവികത എന്നത് കല്ലിലല്ല, മറിച്ച് നമ്മുടെ ഓരോ പ്രവൃത്തിയിലുമുള്ള അറിവിലും ശ്രദ്ധയിലുമാണ് ഇരിക്കുന്നതെന്നാണ്. ശാന്തമായ ഗ്രാമീണ അന്തരീക്ഷത്തിൽ ചരിത്രത്തിന്റെ ഗന്ധമുള്ള ഈ ക്ഷേത്രമുറ്റം ഇന്നും ഒരു ദിവ്യാനുഭൂതിയായി ഭക്തർക്ക് മുന്നിൽ പ്രശോഭിക്കുന്നു.